സുവിശേഷത്തിൻ ദീപതെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന. സങ്കീർത്തനം 138:3 പറയുന്നു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുടനീളം നാം ദൈവത്തെ കണ്ടിട്ടുള്ള എത്രയോ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലുടനീളം അവിടുന്ന് നമുക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ എത്രയോ വലുതാണ്. രക്തസ്രാവക്കാരി സ്ത്രീയോട് കർത്താവ് കരുണ ചൊരിഞ്ഞതുപോലെ അവളുടെ വിശ്വാസത്തെ കർത്താവ് വർദ്ധിപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ എത്രയോ ഉപകാരങ്ങൾ. ഞാൻ തകർന്നു പോയിടത്ത്, നീ തകർന്നു പോയിടത്ത് കർത്താവ് നിന്നെ കരം ചേർത്തു പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടില്ലേ? രോഗാതുരമായിരുന്ന നിന്റെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്ന നിന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടില്ലേ? എൻ്റെയും നിന്റെയും ജീവിതത്തിൽ എന്തുമാത്രം കർത്താവ് നിന്നെ കരുതിയിട്ടുണ്ട്, എന്തുമാത്രം നിന്നെ പരിപാലിച്ചിട്ടുണ്ട്. നമ്മുടെ തകർച്ചയുടെ നടുവിൽ, നമ്മുടെ ദുഃഖത്തിൻ്റെ നടുവിൽ, നമ്മൾ തളർന്നു പോകുമെന്ന് തോന്നിയിടങ്ങളിലൊക്കെ തമ്പുരാൻ നമ്മെ ചേർത്തു പിടിച്ച അനുഭവങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ട സ്നേഹിത, ഇതാ ദൈവം നിന്നെ വിളിക്കുകയാണ് അവൻ്റെ സ്നേഹത്തിൽ ഒന്നിച്ചു ചേരാൻ. ഇന്ന് നീ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നീ വേദനിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ പരിപാലിക്കുവാൻ, നിന്റെ തകർച്ചയിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് നിനക്കായി കാത്തിരിക്കുന്നു. ഹൃദയം കൊണ്ടൊന്ന് പറയാമോ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ ദൈവമേ. നീ എനിക്കായി ചെയ്തത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും അത് കേട്ടിട്ടില്ല. അത്രത്തോളം നീ എന്നെ പരിപാലിച്ചിട്ടുണ്ട്. എൻ്റെ ബലഹീനതയിൽ കൃപയായി, കൃപയുടെ മഴയായി നീ എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ബലഹീനതകൾ അറിയാവുന്ന നിനക്ക് മാത്രമാണ് എൻ്റെ ഈശോയെ. എൻ്റെ അവസ്ഥകൾ അറിയാവുന്നത് നിനക്ക് മാത്രമാണ് എൻ്റെ ഈശോയെ.
അവിടെയെല്ലാം കരുണക്കടലിൽ മുക്കിയെടുത്ത് എന്നെ മാറോട് ചേർത്ത അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ് കർത്താവേ. അങ്ങയേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കുവാൻ എനിക്കിടവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. യേശയ്യ 49:15 പറയുന്നു, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, പെറ്റമ്മ മറന്നാലും നമ്മെ മറക്കാത്ത ഒരു ദൈവമുണ്ട് നമുക്ക്. നീ ആ കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നീ എവിടെയൊക്കെയോ തകർന്നു പോയപ്പോൾ, നീ എവിടെയൊക്കെയോ തളർന്നു പോയപ്പോൾ എത്രയോ മനുഷ്യരുടെ അടുത്തേക്ക് നീ കടന്നു ചെന്നിട്ടുണ്ട്. എത്രയോ പേര് നിന്നെ ഉയർത്തിക്കൊള്ളാമെന്ന് നിന്നോട് പറഞ്ഞു. പക്ഷേ അവിടെയെല്ലാം തോറ്റ് തകർന്നു പോയി എന്ന് തോന്നിയ നിമിഷങ്ങളുണ്ടായിട്ടില്ലേ? രോഗാതുരമായി കിടന്ന അവസ്ഥയിൽ എന്നെ പരിപാലിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എന്നെ ശുശ്രൂഷിക്കാൻ ആരുമില്ല എന്ന് കരുതിയ എത്രയോ നിമിഷങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഇന്നും അത്തരമൊരവസ്ഥയിലാണെങ്കിൽ ഈ വചനത്തെ നെഞ്ചോട് ചേർക്കാം. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ദൈവത്തെ ഒന്ന് തിരിച്ചറിയുക. ചുറ്റുമുള്ളവരിലേക്കൊന്ന് കണ്ണോടിക്കുക. എത്രയോ രോഗികളെ ഈ കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ വചനത്താൽ ഹൃദയസ്പർശിയായവർ എത്രയോ പേരുണ്ട്. അവിടുത്തെ ആത്മാവിനാൽ ജ്വലിച്ചവർ എത്രയോ പേരുണ്ട്. ഈ സാക്ഷികളുടെ കൂടാരത്തിലേക്കൊന്ന് കണ്ണു തുറന്നു നോക്കുവാൻ പ്രിയ സ്നേഹിത, ഇതാ കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്. ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. എൻ്റെ ഉയിരിൻ്റെ ഉയിരായ ദൈവത്തിലേക്കൊന്ന് തിരിച്ചു വരിക. അവനെ നീ ഒന്ന് സ്നേഹിക്കുക. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിനക്ക് കാണുവാൻ സാധിക്കും. നിന്റെ ബലഹീനതയിൽ അവിടുന്ന് ശക്തി പകരുന്നത് നിനക്ക് അനുഭവിക്കുവാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, കർത്താവേ, ഈ മുള്ളെനിക്ക് അസ്വസ്ഥതയാണ്, ഒന്ന് എടുത്തു മാറ്റാമോ എന്ന് പൗലോസ് പറഞ്ഞു. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. പ്രിയപ്പെട്ടവരെ, ബലഹീനതയിലാണ് അധികം ശക്തി തരുന്നതെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ഈ ശക്തിയെ നമുക്കൊന്ന് സ്വന്തമാക്കാം. എൻ്റെ ഉയിരിൻ്റെ ഉയിരായ യേശുവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറയാം. യേശയ്യ രുചിച്ചറിഞ്ഞ ഈ സ്നേഹത്തെ നമുക്കും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയാം, എൻ്റെ ഈശോയെ, പെറ്റമ്മ മറന്നാലും നീ എന്നെ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏറ്റുപറയുന്നു. എന്നുയിരാണെന്നുയിരാണെന്നു
ദൈവസ്നേഹത്തിൻ്റെ ആഴവും വീതിയും പരപ്പും ഉയരവും മനസ്സിലാക്കിയ വിശുദ്ധ പൗലോസ്ലീഹ വിജാതിയരുടെ ഇടയിൽ അവൻ കർത്താവിൻ്റെ സുവിശേഷവുമായി മുന്നോട്ട് പോയി. ഇത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുവാൻ, ഇത്രത്തോളം ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ഒരു അപ്പോസ്തലനെ നമുക്ക് സുവിശേഷ ഭാഗങ്ങളിൽ പോലും കാണുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിനെ നേരിട്ട് കാണാത്തവൻ ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി ലോകം മുഴുവൻ പോയി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും കർത്താവിൻ്റെ സുവിശേഷവുമായി ലോകം മുഴുവൻ പോകേണ്ടവരാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴമെന്തെന്ന് ഈ ലോകത്ത് ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഇടയിലേക്ക് പ്രഘോഷിക്കേണ്ടവരാണ്. അവിടുത്തെ സ്തുതിക്കുവാൻ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ, എപ്പോഴും സ്തുതിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറുവാൻ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഗാനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞുകൊണ്ട്, അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട്, അവനെ സ്തുതിച്ച് ആരാധിച്ച് അവന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിലൂടെ കടന്നു പോകാം. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, നിന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും അവിടുത്തെ സ്നേഹത്തെ തിരിച്ചറിയാതെ പോകരുത്. അവിടുത്തെ ആഴത്തിലുള്ള വിശ്വാസത്തിൽ കടന്നു നിന്നുകൊണ്ട്, സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവേ, ഇതാ ഞാനും നിന്റെ സുവിശേഷവുമായി പോകാം, എന്നെയും അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആഴമായ വിശ്വാസത്തോടെ, അതീവ സന്തോഷത്തോടെ ഈ നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. Hallelujah.
അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് വചനം നമ്മളോട് പറയുന്നുണ്ട്. ആ പ്രകാശം എത്രയോ തവണ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ചെന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ അവൻ എന്തുമാത്രം അവനിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. സർവസമ്പന്നനായ ദൈവം ഒരപ്പത്തിൻ്റെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ ഇതാ വന്നിരിക്കുന്നു. ആ അപ്പത്തിൽ നോക്കി എൻ്റെ ഈശോയെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാരങ്ങളെല്ലാം ആ അപ്പത്തിൽ നോക്കി അവൻ്റെ മുമ്പിലേക്ക് ഇറക്കി വയ്ക്കാമോ? അവനെയൊന്ന് സ്തുതിക്കുവാൻ, അവനെയൊന്ന് ആരാധിക്കുവാൻ കഴിഞ്ഞാൽ അതാ നിന്റെ ഭാരങ്ങൾ അവൻ ഏറ്റെടുക്കും. അവൻ്റെ മാറോട് ചേർന്ന് നിന്ന് അവനെയൊന്ന് സ്നേഹിച്ച് അവനെയൊന്ന് കെട്ടിപ്പുണർന്ന് നമുക്കൊന്ന് ആരാധിക്കാം. ജീവനുള്ള സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് നമുക്കൊന്ന് അവനെ ആരാധിക്കാം. ഒന്ന് മാത്രം അനുഭവിക്കാം. കർത്താവേ, നിന്റെ അഭൗമ സൗന്ദര്യത്തെ, പ്രകാശമുള്ള നിന്റെ മുഖത്തെ ഒന്ന് ദർശിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പാപിയായ, ഈ യോഗ്യനല്ലാത്ത എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വസിക്കാമോ എന്ന് നമുക്കൊന്ന് അവനോട് ചോദിക്കാം. തമ്പുരാൻ തീർച്ചയായും നമ്മിലേക്ക് ഇറങ്ങി വരും. പാപിയുടെ പ്രാർത്ഥന, കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സൗന്ദര്യത്തെ ഒന്ന് കണ്ടുകൊണ്ട് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ദൈവസ്നേഹത്തെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കവനെ ഒന്ന് ആരാധിക്കാം. എന്നിട്ട് പറയാം, കർത്താവേ, നിന്റെ സൗന്ദര്യത്തെ ഒന്ന് ദർശിക്കുവാൻ എനിക്ക് കൃപ തരണമേ. നിന്റെ കാരുണ്യത്തിൻ്റെ കടലിൽ മുക്കിയെടുത്ത് നിന്റെ പ്രിയപ്പെട്ട മകനാക്കി എന്നെ മാറ്റണമേ. ഞാൻ നിനക്ക് അമൂല്യനാണല്ലോ കർത്താവേ, ഞാൻ നിനക്ക് പ്രിയപ്പെട്ടവനാണല്ലോ കർത്താവേ. കർത്താവേ, പാപിയായ എന്നെ വെറുക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കണ്ണുനീരുകൾ എൻ്റെ ആരാധന പൂക്കളായി ഞാൻ സമർപ്പിക്കുകയാണ് കർത്താവേ. എൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ, അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞാനങ്ങേ ആരാധിക്കുന്നു, ഞാനങ്ങേ സ്തുതിക്കുന്നു. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ. ദേഹം
വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ. ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ. ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ. നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം. നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം. ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന